മക്കൾ കാരണം ഭരണം നഷ്ടപ്പെടാൻ പോകുന്ന ഏക സർക്കാർ ഒരുപക്ഷെ പിണറായി സർക്കാർ ആയിരിക്കാം. മൂന്നാം പിണറായി സർക്കാർ സ്വപ്നം കാണുന്ന CPM-ന് തലവേദനയായി മക്കൾ വിവാദങ്ങൾ വരികയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വരെയുള്ള ഉന്നത നേതാക്കളുടെ മക്കൾക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്ന CPM-ന് വെല്ലുവിളിയാവുകയാണ്. വിവാദങ്ങളിൽ നിന്ന് കരകയറാനും പാർട്ടി അണികൾക്കിടയിൽ തന്നെ ഉണ്ടാകുന്ന സംശയങ്ങൾ ദൂരീകരിക്കാനും കിണഞ്ഞു പരിശ്രമിക്കുകയാണ് CPM നേതൃത്വം. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ പാർട്ടി ഒറ്റക്കെട്ടായി പ്രതിരോധിച്ചെങ്കിലും മറ്റുള്ള നേതാക്കളുടെ മക്കൾക്കെതിരെ പരാതികൾ വരുമ്പോൾ അത്തരമൊരു പ്രതിരോധം ഉണ്ടാകുന്നില്ലെന്നും നേതാക്കൾക്കിടയിൽ അഭിപ്രായവുമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനും CMR-ലുമാണ് ഈ സർക്കാരിന്റെ ഭരണകാലത്ത് ഏറെ ചർച്ചകൾക്ക് കാരണമായത്. വീണ വിജയൻ കരിമണൽ കമ്പനിയായ CMR-ൽ നിന്ന് 1.72 കോടി രൂപ മാസപ്പടി വാങ്ങിയെന്ന ആരോപണം വലിയ രാഷ്ട്രീയ കോളിളക്കമാണ് സൃഷ്ടിച്ചത്. ഈ കേസിൽ കേന്ദ്ര ഏജൻസിയായ SFIO കുറ്റപത്രം കൂടി സമർപ്പിച്ചതോടെ വിഷയം കൂടുതൽ ഗൗരവമായി. അന്വേഷണവും ചർച്ചകളും ഇപ്പോഴും നടക്കുന്നത് പാർട്ടിയെ സാരമായി ബാധിക്കുന്നുമുണ്ട്. മുൻ മന്ത്രിയും ഇടതുമുന്നണി കൺവീനറുമായിരുന്ന EP ജയരാജന്റെ മക്കളായ ജെയ്സൺ രാജനും ജിജിത് രാജനുമെതിരെ ഒന്നിലധികം ആരോപണങ്ങളാണ് ഉയർന്നത്. കണ്ണൂരിലെ ആയുർവേദ റിസോർട്ട് വിവാദം, സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷുമായുള്ള ബന്ധം, ലൈഫ് മിഷൻ അഴിമതിയിലെ പങ്ക് എന്നിവ ജെയ്സണുമായി കൂട്ടിച്ചേർത്ത് ആരോപണങ്ങളായപ്പോൾ EP ജയരാജൻ BJP ചർച്ചകൾക്ക് ഇടനിലക്കാരനായത് മകൻ ജിജിത്ത് എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രചരണം. BJP നേതാവ് ശോഭാ സുരേന്ദ്രനും ഇതേ ആരോപണം ഉയർത്തിയിരുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വ്യവസായ മന്ത്രിയായിരുന്ന EP ജയരാജന് മന്ത്രിസ്ഥാനം നഷ്ടമായതും ഒരു ബന്ധുനിയമന വിവാദത്തിലായിരുന്നു. PK ശ്രീമതിയുടെ മകനായ സുധീർ നമ്പ്യാരെ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ MD-ആയി നിയമിച്ചതായിരുന്നു അടുത്ത വിവാദം. ഏറെ ചർച്ചകൾക്ക് ശേഷമാണ് EP ജയരാജൻ അന്ന് രാജിവെച്ചത്. സംസ്ഥാന കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവുമായ P ജയരാജന്റെ മകൻ ജെയിംസ് രാജിന് സ്വർണം പൊട്ടിക്കൽ സംഘവുമായി ബന്ധമുണ്ടെന്നായിരുന്നു പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ആരോപണം ഉയർന്നത്. കള്ളക്കടത്ത് പണം ഉപയോഗിച്ച് കൂറ്റൻ വീട് നിർമ്മിച്ചെന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു. നിര്യാതനായ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളും CPM-ന് സൃഷ്ടിച്ച തലവേദന ചെറുതല്ല. മികച്ച നേതാവായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതിച്ഛായ തന്നെ പ്രതികൂലമായി ബാധിച്ചതായിരുന്നു മക്കളായ ബിനോയ്ക്കും ബിനീഷിനുമെതിരെ ഉയർന്ന കേസുകൾ. ബിനോയ്ക്കെതിരെ ദുബായിലെ സാമ്പത്തിക തട്ടിപ്പ് കേസും പീഡന പരാതിയും ഉയർന്നപ്പോൾ ബിനീഷ് മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലാണ് പ്രതിയായത്. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്തിന് അവതാരങ്ങളുമായി ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി തലശ്ശേരി സ്വദേശി ഷെർഷാദ് പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതിയിലാണ് വീണ്ടും പാർട്ടിയെ മക്കൾ വിവാദങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത്. മക്കൾ വിവാദങ്ങളിൽ നിന്ന് ഈ സർക്കാരിന് ഇനിയെങ്കിലും കയറാനായില്ലെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ സ്ഥിതി അവതാളത്തിലാകാനാണ് സാധ്യത.